ഈ കഥ കിട്ടി ഇത് നമ്മൾ ആരുമായിട്ട് ഡിസ്കസ് ചെയ്താലോ, ഇപ്പോൾ ആസിക്കാനോടോ പ്രൊഡക്ഷൻ സൈഡോ മറ്റു ആർട്ടിസ്റ്റോ ആരായാലും ചോദിക്കുക ആ കുട്ടിയുടെ റോൾ ആരാ ചെയ്യുന്നതെന്ന് ചോദിക്കുക. കാരണം കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള, അത് കുട്ടികൾ കൊണ്ട് സാധ്യമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് അതിനൊരു മെൻ്റൽ സിറ്റുവേഷൻ ഉള്ളതാണ്. അപ്പോൾ നമുക്കറിയായിരുന്നു ആ കുട്ടിയെ കണ്ടെത്തുന്നതിലാണ് സിനിമയുടെ മാജിക്ക് വർക്കാവാൻ കിടക്കുന്നത്. അപ്പോൾ പിന്നെ അവനെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ 750-ലധികം കുട്ടികളെ നേരിട്ടൊക്കെ പോയി മീറ്റ് ചെയ്തു. പക്ഷെ ശരിക്കും ഒർഹാൻ ഇല്ലാതെ ഈ സിനിമ സംഭവിക്കില്ല. ഇതിൽ ഇപ്പം തമർ പറഞ്ഞ പോലെ എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഈ ക്യാരക്ടർ ആരും, കാര്യം നമുക്ക് 7 വയസ്സുള്ള ഒരു കുട്ടീനെ നമുക്ക് എത്ര നിർബന്ധിക്കാൻ പറ്റും? ഇവൻ്റെ മൂഡ് സ്വിങ്സ് നോക്കണം, ഉറക്കം നോക്കണം, വിശപ്പ് നോക്കണം, നമ്മൾ പറയുന്ന ഡയലോഗ്സിൽ വരെ പെർട്ടിക്കുലറാണ് ഇതിൽ. അപ്പം ഏറ്റവും നമ്മുടെ കൺസേൺ ഇതായിരുന്നു. പക്ഷേ ഒർഹാൻ്റെ ഓഡിഷൻ കഴിഞ്ഞിട്ട് ഈ ഫുട്ടേജ് കണ്ടപ്പോഴത്തേക്കും എനിക്കറിയില്ല, ഞാൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത്രയും പ്രൊഫഷണലായിട്ട് ആ വയസ്സിലൊരു കുട്ടി പെർഫോം ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു 70% ഓഫ് ദിസ് ഫിലിം രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ തന്ന സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ അല്ലേ ഒരു 60-65 ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സിനിമയാണ്. അപ്പം നമുക്ക് വലിയ ക്യാരക്ടേഴ്സിന് നമുക്ക് മേക്കപ്പ് കൊണ്ടും അല്ലെങ്കിൽ ഏജ് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 7 വയസ്സ് നമുക്ക് അതിൽ ഒരു 10 വയസ്സായാലും നമുക്ക് 10-കാരനെ തന്നെ തോന്നും, അതിൽ കുറഞ്ഞാലും നമുക്ക് പറ്റില്ല. പക്ഷെ അപ്പോൾ അവനെന്താ വെച്ചാൽ ഭയങ്കര ഐക്യമുള്ള ഒരാളായിരുന്നു. ഇത് പറഞ്ഞത് പെർഫോമൻസ് ആണ്, ഇത് ക്യാമറ ഉണ്ട്, കോട്ട്, ഇതെന്താണെന്നൊക്കെ കൃത്യമായിട്ട് അവൻ്റെ ഹെൽപ്പിലാണിത് പെട്ടെന്ന് തീർക്കാൻ പറ്റിയത്.